ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോണ ടോപ്പിക്ക് നമ്മൾ സെൽഫിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണല്ലേ. അപ്പോൾ ഈ ടോപ്പിക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നേ പറയാനുള്ള സംഭവം, വീഡിയോ മോഡിൽ നിങ്ങൾക്ക് വരാൻ കഴിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ആണെന്നൊന്നും പറയാനില്ല. വീഡിയോ മോഡിൽ വരാൻ കഴിയാന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ മോഡിൽ വരാം. സെൽഫിനെ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ സെൽഫിനെ വിസിബിൾ ആക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളത്. അതായത് ഇപ്പോഴും നമുക്ക് നമ്മളെ മറ്റിടങ്ങളിലേക്ക് പ്രദർശിപ്പിക്കാൻ നമുക്ക് മടിയുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഒരു നമ്മളുടേതായിട്ടുള്ള സജഷൻ പറയാനോ, അതായത് നമ്മളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതിനെ പുറത്തേക്ക് യുണീക്കിനെ നമുക്ക് പുറത്തേക്ക് വിസിബിൾ ചെയ്യാൻ മടിയുണ്ട് ഇപ്പോഴും എന്നിരിക്കാന്നുണ്ടെങ്കിൽ, സെൽഫിനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കേട്ടിരിക്കൽ മാത്രമാവും. കേട്ടിരിക്കുന്ന അപ്പുറമായിട്ട് ജസ്റ്റ് ഒരു ഒരു മോട്ടിവേഷന്റെ പ്രത്യേകത എന്താ നമുക്കറിയില്ലേ. ക്ലാസ് കഴിയുന്നവരെ 20 മിനിറ്റ്സോ 30 മിനിറ്റ്സ് വെൽ മോട്ടിവേറ്റഡ് ആവും. ആ 30 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു തീ എങ്ങനെയാണോ അണയുന്നത് അതുപോലെ നമ്മൾ അണഞ്ഞു മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കലും കൊടുക്കുന്നത് മോട്ടിവേഷൻ അല്ല. മോട്ടിവേഷൻ ലൈഫിൽ കിട്ടിയത് കൊണ്ട് നമുക്ക് എവിടെയും എത്തപ്പെടാൻ പറ്റൂല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് കോച്ചിങ് ആണ്. കോച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ആക്ഷൻ എടുക്കണം. കഴിഞ്ഞ സെഷനിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ, എത്രത്തോളം നിങ്ങൾ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ആക്ഷൻ എടുക്കാൻ ഒന്നും ചെയ്യേണ്ടതില്ല, ക്യാമറന്റെ ജസ്റ്റ് ഒരു ബട്ടൺ നെക്കിയാൽ മതി. പക്ഷെ ആ ഒരു ബട്ടൺ നെക്കാൻ നമുക്ക് എത്രത്തോളം ദൂരമോ സമയമോ എടുക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഒരു അക്സെപ്റ്റൻസും നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഒരു പൊരുത്തക്കേടില് പൊരുത്തം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പല റീസൺസ് നമുക്ക് ഉണ്ടാവാം. അപ്പൊ അടുത്ത സെഷനിൽ എന്തായാലും എല്ലാവരും സെറ്റ് ആയിട്ട് വരിക എന്നുള്ളതാണ്. സോ നമുക്ക് ഇന്നത്തെ സെഷൻ ബിഗിൻ ചെയ്യാം. സെൽഫിനെ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും നമ്മൾ മീൻ ചെയ്യുന്നത്? എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സെൽഫിനെ സെലിബ്രേറ്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്? അതായത് പല സെലിബ്രേഷൻസും നമ്മൾ ചെയ്യുന്നുണ്ടാവും അല്ലെ. ഇപ്പൊ നമുക്ക് സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ, ഈവൻ നമ്മൾ ബർത്ത്ഡേ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആനിവേഴ്സറി ഡേയ്സ്, ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുമ്പോൾ കേക്ക് എടുക്കുന്നു. ആ കേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ ഹാപ്പിനെസ് നമ്മൾ ചുറ്റുഭാഗം സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അത് നമ്മൾ ചെയ്യുന്ന സംഭവമല്ലേ. എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? എല്ലാവരും ഒന്ന് സന്തോഷവാനായിട്ട് മാറട്ടെ. പക്ഷെ ഇപ്പോഴത്തെ സൊസൈറ്റി എന്തിനാണ് ചെയ്യുന്നത്? ഒന്ന് സ്റ്റാറ്റസ് ഇട്ട് നാലാൾക്കാർ കാണട്ടെ. അതിനപ്പുറമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് ഹാപ്പിനെസ് ആവട്ടെ എന്നുള്ള രീതിയിലല്ലേ നമ്മൾ ചെയ്യുന്നത് ഈ സെലിബ്രേഷൻ ഒക്കെ. ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതിനേക്കാൾ ഏറെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സെൽഫിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാനുള്ള മടിയും, അല്ലെങ്കിൽ എന്താണ്, ഒരു കാര്യം നിങ്ങൾക്ക് പോസിബിൾ ആവാത്തതും എന്തുകൊണ്ടാവാം? ആ ഒരു കാര്യം വേറൊരാൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കിലേക്ക് എത്തും അത് പോസിബിൾ ആവുന്നില്ല. ആ ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാ നമുക്ക് ശരിക്കും നടക്കുന്നത്? നമ്മൾ അവിടെ എന്തോ ഓപ്പൺ അല്ല. ആ കാര്യം എന്നിലൂടെ നടക്കാൻ ഞാൻ ഓപ്പൺ അല്ല എന്ന് പറയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടാന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം നിങ്ങളിലൂടെ സാധ്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ കംപ്ലീറ്റ്ലി ഓപ്പൺ അല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് നമ്മളവിടെ ക്ലോസ്ഡ് ആയി? കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ കുറേ ലിമിറ്റേഷൻസും കുറേ കാര്യങ്ങളും നമ്മൾ തന്നെ നമുക്കിങ്ങനെ കൊടുക്കുന്നതിലൂടെ നിരന്തരമായിട്ട് നമ്മൾ നമ്മളോട് തന്നെ പറയാം, എന്നെക്കൊണ്ടൊക്കെ ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ, എന്നെക്കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. നമ്മൾ പല സെഷനിൽ പറഞ്ഞാലേ ഈ ഒരു ടാഗ് ലൈൻ നമ്മൾ കംപ്ലീറ്റ്ലി എപ്പോൾ ഒഴിവാക്കാൻ തയ്യാറാകുന്നോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സെൽഫിനെ തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോർ എലമെന്റ് ആണ്, നമുക്ക് നമ്മളേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ചുറ്റുഭാഗം മൊത്തം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കോറായിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മളേ ഉള്ളൂ. അത് നമ്മൾ പല അവസരങ്ങളും തിരിച്ചറിയും. ഇത് ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു വാശിയിലൂടെ അല്ല ട്ടോ. നിങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ, നിങ്ങൾ എന്താക്കണം അങ്ങനെ ഒന്നുമല്ല ട്ടോ പറയുന്നത്. നമുക്ക് നമ്മുടെ ചുറ്റുഭാഗം ഒക്കെ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മളുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് വേണമെന്നുള്ളതാണ്. പല ആളുകൾക്കും ആ ഒരു ബോധമില്ല. പല ആളുകളെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ല്ലേ. നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് എത്ര മനോഹരമായിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ നോക്കുന്നത് ല്ലേ. താലോടുന്നുണ്ട്, നമ്മൾ പാല് കൊടുക്കുന്നുണ്ട്. കുട്ടി സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ല ഒരുക്കി മിനുക്കി വൃത്തിയാക്കിയിട്ട് കുളിപ്പിച്ചിട്ട് നമ്മൾ പറഞ്ഞയക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ സെൽഫിനെ ഇതുപോലെ ഫീൽ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടോ എന്നതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എത്രത്തോളമാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ഞാൻ മുടി വാരുകയാണ്, ഓക്കെ, ആ മുടി വാരുമ്പോൾ ഞാൻ എന്നെയാണല്ലോ വാരുന്നത് എന്നാലോചിച്ചിട്ട് നിങ്ങൾ എപ്പോഴും വാരിയിട്ടുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ എന്ത് തന്നെ ചെയ്യാന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ പല ആളുകളും മേക്കപ്പ് ചെയ്യണെ പറ്റിയൊക്കെ പല വിമർശനങ്ങൾ കേൾക്കാറുണ്ട് ല്ലേ. എന്തിനാണ് മേക്കപ്പ് ചെയ്യുന്നത്? പല മോട്ടിവേഷൻ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഈ മേക്കപ്പ് ചെയ്യണൊക്കെ എന്തിനാണ്? അതാണ് ഇതാന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ടാകാം. പക്ഷെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട സംഭവമാണ്,
സംഭവമാണ്. ഞാൻ എൻ്റെ സെൽഫിനെ പുറത്തേക്ക് ഞാൻ വിസിബിൾ ചെയ്യുന്നത് ഏറ്റവും പ്ലസന്റ് ആയിട്ട് മാറണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ബ്യൂട്ടി ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ മേക്കപ്പ് ചെയ്യാണ്. ആ ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ മാറുമ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട സംഭവം നമ്മൾ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ഏതെല്ലാം അവസ്ഥകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊക്കെ നമ്മൾ നമ്മളെ പ്രയോറിറ്റി ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു സാധനം, ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു ഡിസിഷൻ നമ്മൾ പല ആളുകളോട് ചോദിക്കലുണ്ടാവില്ലേ, എടാ ഈ ഒരു ഷർട്ട് എന്ന് പറഞ്ഞത് എങ്ങനെ ഇടണം, രസമുണ്ടോ മോനെ, അല്ലെങ്കിൽ ഈ ഒരു ഷർട്ട് നല്ല ഭംഗിയിലാണ് കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ പല ആളുകളോടും സജഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവാം. ഈ ചോദിക്കണ്ടെന്നല്ല പറയുന്നത്, അതുപോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നിങ്ങളോട് ചോദിക്കണമെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കി നമ്മൾ നമ്മുടെ സെൽഫിലോട് തന്നെ. ഏതൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും എടാ മോനെ പൊളിച്ച് വാടട്ടാ എന്ന് എപ്പോഴും നമ്മൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചുറ്റുഭാഗം മൊത്തമല്ല കണ്ണോടിക്കുന്നത്. ചുറ്റുഭാഗം മൊത്തം കണ്ണോടിച്ചിട്ട് പല ആളുകളോട് നമ്മൾ ചോദിക്കണം, എടാ ഇത് കോൺഫിഡന്റ് ആണോ, ഇത് ഓക്കെ ആണോ എന്ന് നമ്മൾ ചോദിക്കുന്നില്ലേ? ഈ ഒരു ചോദിക്കുന്നത് ചോദിക്കണ്ടെന്നല്ലട്ട് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചോളൂ. അതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ നമ്മളെയും എന്ത് ചെയ്യുക, നമ്മളോട് നമ്മൾ ചോദിക്കുക. ഇപ്പൊ ഞാൻ എന്നോട് ചോദിക്കുവാണെങ്കിൽ സൈഫോ ഈ സംഭവം ഓക്കെ അല്ലേ നമുക്ക്, അപ്പൊ നമുക്ക് ഒരു വോയിസും കാര്യങ്ങളല്ല, ഒരു റിഫ്ലക്ഷനോ ഒരു റിയാക്ഷനോ ഒന്നും നമ്മളിൽ ഉണ്ടാവില്ല. ബട്ട് നമ്മൾ നിരന്തരമായി ഈ ഒരു പ്രോസസ് ചെയ്യുന്നതിലൂടെ നമ്മൾ സെൽഫ് നമ്മളെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങും. എന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നൊരു ഫീലിംഗ് നമുക്ക് വരും എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലൈഫിൽ മനസ്സിലാക്കേണ്ടതാണ്, നമ്മളെ മനസ്സിലാക്കാൻ ഒരാൾക്കും കഴിയില്ല. എത്ര ആളുകൾ നമ്മളെ മനസ്സിലാക്കി എന്ന് പറയുന്നുണ്ടെങ്കിലും ആ മനസ്സിലാക്കലൊക്കെ ചെറിയ അംശം മാത്രമായിട്ടുള്ളൂ. നമ്മളെ പരിപൂർണമായിട്ട് നമ്മക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ ലിമിറ്റ് ഉണ്ടാവുമല്ലോ. പല റിലേഷനും നിങ്ങൾ കണ്ടിട്ടില്ലേ? എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാത്തോണ്ടാണ് അവർക്ക് കുറെ പ്രശ്നം വരുന്നത്. ഞാൻ അന്നീന്ന് അത്രയും എക്സ്പെക്ട് ചെയ്തു, പക്ഷെ എനിക്ക് തന്നീലല്ലോ. നമ്മൾ അത്രയും സ്നേഹത്തിലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടും എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം. അതെന്തുകൊണ്ടാ വരുന്നേ അറിയോ? ശരിക്കും നമ്മൾ ഒരു റിലേഷനിൽ മനസ്സിലാക്കണം, നമുക്ക് നമ്മുടെ എക്സ്പെക്ടേഷൻ നമ്മക്കേ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ സെൽഫിന് കൊടുക്കേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ, ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ മുറിവ് ഉണക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റ് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നില്ലേ? അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് നമ്മളുടെ സാന്ത്വനം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള തലോടൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നമ്മളെ തന്നെ തലോടിക്കൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു നോക്കിയേ. ചുറ്റുഭാഗം മൊത്തം നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെ പല ആളുകളുടെയും മണ്ടുന്നില്ല, അതൊക്കെ മാറിയിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ സെൽഫ് ലവ് ഉണ്ടാവണം. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ സെൽഫ് കേട്ട് തുടങ്ങുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ തന്നെ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ എന്തുണ്ടാവും എന്നറിയോ? നമുക്ക് കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ് എവിടെയും പതറാൻ പറ്റാത്തൊരു മനസ്സ് നമുക്ക് കിട്ടും. എന്ത് തന്നെ പ്രശ്നങ്ങളും എന്ത് തന്നെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാലും ആ കാര്യങ്ങളിലൊക്കെ സന്തോഷമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കാരണം എന്താ? നമുക്ക് നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. വീഡിയോ മോഡിൽ വരാൻ പറഞ്ഞപ്പോ കുറെ പേരൊക്കെ വന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം കുറഞ്ഞതുകൊണ്ടാണോ വീഡിയോ മോഡിന്ന് പോയത് മനസ്സിലാവുന്നില്ല. അപ്പൊ വന്ന ആളുകൾ വീണ്ടും കൂടി വരും ട്ടോ. അപ്പൊ കമ്മിങ് ബാക്ക് ടു അവർ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മളെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. നമ്മൾ നമ്മളെ സമാധാനപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് വേണ്ട അറിയോ? പുറത്തുനിന്ന് ഒരാളെ ഹെൽപ്പ് വേണ്ടാന്നല്ല ട്ടോ പറയുന്നത്. ഈ ഒരു ഫാക്ടറും കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു എക്സ്ട്രാ രുചി, നമ്മൾ ഇരട്ടി മധുരം എന്നൊക്കെ പറയാൻ പറ്റില്ല. അങ്ങനെ ഇരട്ടി മധുരം നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ പ്രണയത്തിനെ പറ്റി പറയുമ്പോൾ എപ്പളും ഈ റിലേഷൻഷിപ്പിലാന്നുണ്ടെങ്കിലും, റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഏത് റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ട്ടോ. നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ നമ്മളായിട്ടുള്ള റിലേഷൻഷിപ്പ്. അവിടെ ഒരു ഒരു പോയിന്റ് ഉണ്ട്. അതായത് പല ആളുകളും നമ്മളോട് പല പ്രശ്നംസ് ഷെയർ ചെയ്യുമ്പോൾ അവർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞതാണ്. ആഹ് എന്റെ എക്സ്പെക്ടേഷന്റത് അപ്പുറമായിട്ട് എന്നെ അവർ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് പ്രണയിക്കുന്നില്ല എന്ന് പറഞ്ഞ സംഭവം പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ അതായത് നമ്മൾ സെൽഫിലേക്ക് എത്തുമ്പോഴും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഞാനിപ്പോ എന്നോട് പറഞ്ഞാ എന്റെ സെൽഫ് കേൾക്കോ എന്ന് തുടങ്ങിയിട്ടല്ലേ? അല്ലെങ്കിൽ എന്താണ്? പല ആളുകളും നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ നമ്മളെന്നെ നമ്മളോട് പറഞ്ഞതാണ്. ഇപ്പൊ ഞാനൊന്ന് വീട്ടിന്ന് പുറത്തിറങ്ങിയാ അപ്പൊ മഴ പെയ്യാ. അല്ലെങ്കിൽ ഞാനൊന്ന് ഡ്രസ്സ് ഇസ്തിരി ഇടാൻ നിന്ന് കഴിഞ്ഞാല് എന്ത് ചെയ്യാ? കറണ്ട് പോവാ. ഞാനൊന്ന് മുടി വെട്ടാൻ പോയി കഴിഞ്ഞാൽ അത് ചൊവ്വാഴ്ച തന്നെ ആവാ. കറക്റ്റ് ബാർബർ ഷോപ്പ് ഇല്ലാതിരിക്കുക. ഞാനൊന്ന് ബാങ്കിൽ പോയാൽ അന്ന് ബാങ്കിന്റെ അവധി. എന്ത് ആക്ഷൻ എടുത്തിട്ടാണോ മുന്നോട്ടേക്ക് പോകുന്നത് അതെല്ലാം ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് എന്റെ അവസ്ഥ. അതുകൊണ്ടാണ് ലൈഫിൽ ഒന്നും പ്ലാൻ ചെയ്യാത്തതെന്ന് പല ആളുകളും നമ്മളോട് പറഞ്ഞത് കേൾക്കുന്നുണ്ട്. ശരിക്കും എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് അറിയോ? ശരിക്കും നമ്മൾ നമ്മളോടുള്ള ഇഷ്ടം ഒന്ന് എടുത്തു നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കോർ എലമെന്റ് എന്താണ്? നമ്മൾ പ്രണയിക്കാൻ തയ്യാറായിട്ടുണ്ടോ? അതായത് നമ്മളിപ്പോ ഓപ്പോസിറ്റ് പാർട്ട്ണറിനെ പറ്റി പറയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. ഒരു പാർട്ട്ണർ മറ്റൊരു പാർട്ട്ണറോട് പ്രണയം ആസ്വദിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രണയം സീക്ക് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഈ പാർട്ട്ണർ ആലോചിച്ചിട്ടുണ്ടോ, പ്രണയം കിട്ടുന്നതിനപ്പുറമായിട്ട് പ്രണയം കിട്ടാൻ വേണ്ടി ഞാൻ എന്താണ് എന്നിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്ന സംഭവം?
ഇനി നമ്മളെ സെൽഫിലേക്ക് വരുമ്പോൾ ആലോചിച്ച് നോക്കി, എനിക്ക് ഞാൻ വിചാരിച്ച പോലെ എൻ്റെ ചുറ്റുഭാഗം മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് എന്ത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് അല്ലേ? കാരണം കൊടുക്കുന്ന കാര്യം ഞാൻ കിട്ടിക്കൊണ്ടേയിരിക്കാം. എല്ലാവർക്കും കിട്ടണം, കിട്ടണം, കിട്ടണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അത് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് കൊടുത്തു എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ നമ്മളെ അടുത്ത് തന്നെയല്ലേ പല പ്രശ്നങ്ങളും പല തെറ്റുകളും കിടക്കുന്നത്. ഇന്ന് മെഡിറ്റേഷൻ നമ്മൾ ചെയ്തില്ലേ? എന്താ തുടക്കത്തിൽ തന്നെ ഞാൻ എൻ്റെ സെൽഫിനെ ഫോർഗീവ് ചെയ്യാന്ന് പറഞ്ഞേ. എന്തിനാ നമ്മൾ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? കാരണം ഇത്രയും കാലം നമ്മൾ നമ്മുടെ സെൽഫിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. നമുക്ക് നമ്മളെ നാലാൾക്കാരുടെ മുന്നിൽ കാണിക്കാൻ മടിയാണ്. എന്തിനാണ് ഇങ്ങനെ മടിക്കുന്നത്? നമ്മൾ നമ്മളെ ഏത് രൂപത്തിലാണോ, എങ്ങനെയാണോ നമ്മൾ ഇരിക്കുന്നത് അങ്ങനെയാണ്ട് കാണിക്കുക. കാരണം അതാണ് നമ്മളെന്ന് പറയുന്നത്. ഈ നമ്മളെ നമുക്ക് വിസിബിൾ ചെയ്യാൻ മടിയുള്ളത് കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നമുക്ക് പോസിബിൾ അല്ലാത്തത്. ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പല കാര്യം നമുക്ക് ഓപ്പോസിറ്റ് ആയി നടക്കുന്നത്. കാരണം എന്താ? നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. പിന്നെ എങ്ങനെയാ നമുക്ക് ബാക്കിയുള്ളവർ പ്രയോറിറ്റി തരിക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ അഡ്രസ്സ് ചെയ്ത് തുടങ്ങുക. അതിവിടെയാണ് സെലിബ്രേഷന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സെലിബ്രേഷന്റെ ഇമ്പോർട്ടൻസ് അറിയുമ്പോൾ ടേക്ക് കെയർ ചെയ്യുക നമ്മൾ തന്നെ. എങ്ങനെ നമുക്ക് നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും? നമുക്ക് ഇഷ്ടപ്പെട്ട പല ഡിഷും നമ്മൾ പല ആളുകൾക്കും കൊടുക്കലില്ലേ? പല ആളുകൾക്കും കൊടുക്കാം, കൊടുക്കണ്ടാന്നൊന്നുമല്ല പറഞ്ഞത്. അത് നമ്മൾ ഇടയ്ക്കൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ കുക്ക് ചെയ്യാം. ഈ കുക്ക് ചെയ്യുന്നത് എന്തിനാ? നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ ആസ്വദിച്ച് ആ ഫുഡ് ഒന്ന് കഴിച്ച് നോക്കിയേ. നമ്മൾ നമുക്ക് തന്നെ കുറച്ച് വാല്യൂ കൊടുത്ത് നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നറിയോ? നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഈ ചില വിഗ്രഹങ്ങൾ കണ്ടിരിക്കണം. എവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും അവിടെ പല ആളുകളും വന്നിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഭയങ്കര ഇതാണ്. ആ ആളുകൾ എവിടെ വന്നു കഴിഞ്ഞാലും അപ്പോഴത്തേനും ക്രൗഡ് നിറയും. അല്ലെങ്കിൽ അവര് പല ആളുകൾ ഇങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നതായിട്ടൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മളെയും കാണാൻ പറ്റും. കാരണം എന്താ അറിയോ? ഒരു തിയറി ഉണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ആസ് എബോവ് സോ ബിലോ, ആസ് വിത്തിൻ സോ വിത്തൗട്ട്. എന്താണോ ഉള്ളിലുള്ളത് അതിന്റെ റിഫ്ലക്ഷൻ അപ്പുറത്ത് കണ്ടുകൊണ്ടേയിരിക്കുക. എന്താണോ നമ്മൾ പുറത്തുള്ളത് അതിന്റെ റിഫ്ലക്ഷൻ ഉള്ളിൽ കണ്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങളെ ഉള്ളിൽ നിങ്ങൾക്ക് വേർത്ത് കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കൊടുക്കേണ്ട അക്സെപ്റ്റൻസ് ഒക്കെ കൊടുക്കാന്നുണ്ടെങ്കിൽ പുറത്തും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് സിമ്പിളാക്കി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇപ്പൊ പല റിലേഷനിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. റിലേഷൻ എന്ന് പറഞ്ഞത് സെൽഫിനായിട്ടുള്ള റിലേഷനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ റിലേഷനിൽ മനസ്സിലാക്കിയാൽ മതി. ചില ആളുകളായിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മളിങ്ങനെ പോവാന്ന് വെച്ചോളൂ. ഒരു കുഴപ്പമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമ്മളിങ്ങനെ യാത്ര മുന്നോട്ടേക്ക് പോവാന്നുണ്ടെങ്കിൽ ആ റിലേഷൻ നല്ല പോകുന്നത് നമ്മൾ അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കാണുള്ളൂ. എന്നെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ നമുക്ക് വരാന്നുണ്ടെങ്കിൽ അന്ന് മുതൽ നമ്മൾ ചിന്തിക്കൽ തുടങ്ങും. ഓ, അന്ന് അങ്ങനെ ഉണ്ടായത് ഇതെന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഉണ്ടായത് എന്തോ കാര്യത്തിനാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത് ആ ഒരു സ്റ്റേറ്റിലായിട്ടുള്ള ചിന്തകളെ നമ്മളിലേക്ക് വരുള്ളൂ. അപ്പൊ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരും. നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരും. നെഗറ്റീവ് ആണോ ലൈഫിൽ നിരന്തരമായി വന്നുകൊണ്ടേയിരിക്കുന്നത്? മനസ്സിലാക്കേണ്ട സംഭവം എന്താണ്? നമ്മൾ ഇരിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളിലാണ്. നെഗറ്റീവായ ചിന്തകൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു പ്രോസസ്സും ഒരു സക്സസിലേക്കും ഒന്നും നയിക്കാത്ത ചിന്തകളിലാണ് നമ്മൾ ഇരുന്നു കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ എവിടെ ചേഞ്ച് ചെയ്താൽ മതി? ചിന്തകൾ ചേഞ്ച് ചെയ്താൽ മതി. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഇട്ടിട്ട് നമ്മളെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളുടെ വാക്കുകൾ എന്ന് പറയുന്നത്. നമ്മൾ നമ്മളോട് തന്നെ പറയാം. അവിടെ നമ്മൾ പറഞ്ഞത് സെൽഫ് ടോക്കിന് ഇമ്പോർട്ടന്റ്. ഒരു കുഴപ്പമില്ല, ആര് നമ്മളോട് എങ്ങനെ പെരുമാറി നമുക്കെന്താ, എനിക്ക് ഞാനില്ലേ. ആ ഒരു കോൺഫിഡന്റ് കിട്ടിക്കഴിഞ്ഞാലല്ലേ ലൈഫിൽ എന്തും ചെയ്യാൻ പറ്റുള്ളൂ. നാലാൾക്കാരുടെ മുന്നിൽ പോയി വർത്താനം പറയണം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? വർത്താനം പറയാൻ വേണ്ടി സംസാരിക്കാനും ഒരു സ്റ്റേജിലേക്ക് കയറിയിട്ട് പോലും ഇല്ല. അതിന് മുന്നേ എന്താ ആലോചിക്കുന്നത്? ബാക്കിയുള്ളവരൊക്കെ എന്നെ ജഡ്ജ് ചെയ്യോ? അല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ നമ്മളെ മറന്നില്ലേ? അതുപോലെ തന്നെ ഒരു യാത്ര ചെയ്യാൻ തയ്യാറാവുക. അപ്പോൾ തന്നെ നമ്മൾ എന്താ ആലോചിക്കുന്നത്? ഓ, ഈ യാത്രയിൽ ഫുൾ അപകടങ്ങൾ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. നടന്നിട്ട് പോലുമില്ല, ചെയ്തിട്ട് പോലുമില്ല. അപ്പൊ നമ്മൾ എന്തേ? നമ്മളിൽ ഒരു കോൺഫിഡന്റ് ഇല്ല, നമ്മളിലൊരു വിശ്വാസമില്ല. ഇങ്ങനെ നമ്മൾ എത്ര കാലം ലൈഫിനെ മുന്നോട്ടേക്ക് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നോ അത്രയും കാലം തള്ളി നീക്കൽ കൊണ്ടേ ആവുള്ളൂ. തള്ളി നീക്കലേ ആവുള്ളൂ. തള്ളി നീക്കാനാൽ എന്താണ്? ഒരു ഭാരമുള്ള വസ്തു ഇങ്ങനെ നീക്കിക്കൊണ്ടേ ഇരിക്കല്ലേ. നമ്മുടെ ലൈഫ് നമുക്ക് എപ്പോഴും ചിലപ്പോൾ ഫീൽ ചെയ്യില്ലേ? എന്തൊരു കനാണ് നമ്മുടെ ലൈഫ് എന്നുള്ളത്. ഇങ്ങനെ തള്ളി നീക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ഈ ഒരു സംഭവമാണെന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള വൈബിൽ ഇങ്ങനെ കൂടി ചേർന്നിട്ട് നമുക്ക് അങ്ങനെ ആയി എന്നുള്ളതാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മുടെ വൈബ് മാറ്റിയാൽ മതി. ചില ഫ്രണ്ട്സോടൊപ്പം ഇരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കലില്ലേ? നമ്മൾ എത്ര സാഡ്നെസ് ആണെന്നുണ്ടെങ്കിലും അവരെ വൈബിലേക്കാണ്ട് മാറുമ്പോൾ നമ്മൾ എന്താവും? നമുക്കും നമ്മളെ വൈബ് മാറാനായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ എന്താണ് അവിടെ കാണിച്ചു തരുന്നത്? നമ്മൾ ഈ ഒരു അവസ്ഥ ഇരിക്കുന്നുണ്ട്. നീ നിന്നെ ഒന്ന് മാറ്റാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നീ ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, മാറി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ക്രിയേറ്ററിനെ പറ്റി പലപ്പോഴും പറയുന്നുണ്ടല്ലേ, എന്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരണേ, എനിക്ക് എന്താണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് എന്നതിനപ്പുറമായിട്ട് ഏതൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും എനിക്ക് അത് നേരിടാൻ പറ്റുന്ന ഒരു
മനസ്സും കരുത്തും തരണേ എന്ന് നമ്മൾ നമ്മുടെ ദൈവത്തോട്, നമ്മുടെ ക്രിയേറ്ററിനോട് ചോദിച്ചു തുടങ്ങുന്നോ, അന്ന് മുതൽ നമ്മളിൽ മാറ്റം സാധ്യമായി എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ആലോചിക്കുക, ആ ഒരു ഷിഫ്റ്റ് എത്രത്തോളം ഉണ്ട്. പല ആളുകളും നമ്മളോട് പറയലുണ്ട്, സാറിന് സെഷൻ ജോയിൻ ചെയ്യാൻ ക്യാഷോ പണമോ ഒന്നുമില്ല, ഒന്നുമില്ല എന്നുള്ളത്. ഈ ഒരു കാര്യം ശരിക്കും മാനിഫെസ്റ്റ് ചെയ്യാൻ എത്ര സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് പണം എന്ന് പറയുന്നത്. നമ്മൾ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നെ കൊണ്ട് ഇത്ര പറ്റുള്ളൂ, ഇത്ര ഹ്യൂജ് പേയ്മെന്റ് ആണ്, അങ്ങനെ പല കാര്യങ്ങളിലായിരിക്കുന്നത്. അതിനപ്പുറമായി ക്രിയേറ്ററോട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചോദിച്ചുകൂടാ, എനിക്ക് എന്റെ പണം ഏത് നേരമാണോ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി സ്വാതന്ത്ര്യം എനിക്ക് തരണേ എന്നുള്ളത്, വെൽത്തിൽ എനിക്ക് സ്വാതന്ത്ര്യം തരണേ എന്നുള്ളത് എന്തുകൊണ്ട് നമുക്ക് ചോദിച്ചുകൂടാ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, എല്ലാ നിലക്കുമുള്ള, എല്ലാ ഇടങ്ങളിലേക്കുമുള്ള വെൽത്ത് ഫ്ലോ തുടങ്ങും എന്നുള്ളതാണ്. പക്ഷെ നമ്മളെല്ലാം പ്രശ്നം എന്താണ്, നമ്മൾ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യാണ്. എന്നെക്കൊണ്ട് ഇത്ര, ഞാൻ ഇത്രേ ചോദിക്കുള്ളൂ എന്നുള്ളത്. അപ്പൊ ഇന്ന് മുതൽ ചെറുതായിട്ടുള്ള ഒരു നെട്ട് നമ്മളിങ്ങനെ ടൈറ്റ് ആക്കുന്നതല്ലേ, അങ്ങനെ ടൈറ്റ് ആക്കുന്നതിലൂടെ നമ്മളിലേക്ക് മാറ്റങ്ങൾ പോസിറ്റീവ് ആകുന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ സെൽഫിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കണം. ഒന്നുമില്ല, ഒരു 5 മിനിറ്റ് ചുരുങ്ങിയതെങ്കിലും ഒരു ദിവസം നമ്മൾ സെൽഫിന് വേണ്ടി നമുക്ക് കൊടുക്കാൻ തയ്യാറാണോ? അതായത് ഒരു മീ ടൈം എന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെറുതെ ഇരിക്കുക, ഫോണൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെറുതെ ഇരിക്കുക. നമുക്ക് യാത്രകളൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു കുളിർമയും സന്തോഷമാണ് അല്ലേ നമുക്ക് കിട്ടുന്നത്. നല്ല കണ്ണിന് കുളിർമുള്ള കുറേ കാഴ്ചകളല്ലേ നമ്മൾ കാണുന്നത്. ഇതുപോലെ എത്ര എത്ര കാഴ്ചകൾ അറിയാം നമ്മൾ ഉള്ളിലിരിക്കുന്നത്. ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കണ്ണടച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് വരുന്നത്, കുറേ പ്രശ്നങ്ങളും കുറേ ശബ്ദങ്ങളും കുറേ ബുദ്ധിമുട്ടലുകളുമാണോ? എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം, ആ ഒരു ശബ്ദവും ബുദ്ധിമുട്ടുകളുമാണ് നിരന്തരമായി നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ആ ഒരു ചിന്തയെ മാറ്റിയിട്ട് കണ്ണടച്ചിട്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള ലൈഫ് എന്താണോ, ഏത് രീതിയിലാണോ നമ്മൾ നമ്മുടെ ലൈഫിനെ കാണാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ഒന്ന് കണ്ടു നോക്കി. അപ്പൊ സമാധാനം ഇങ്ങനെ ഉള്ളിൽ നിറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ തിയറി എന്തായാലും ആസ് എബോ സോ ബിലോ എന്ന് പറഞ്ഞ പോലെ, എന്താണോ ഉള്ളിലിരിക്കുന്നത് അത് പുറത്ത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഉള്ളിൽ എന്തായി, സന്തോഷം നിറഞ്ഞ് പുറത്തും സന്തോഷം കാണാൻ പറ്റുന്നുള്ളതാണ്. നമ്മളെ ചില ഫ്രണ്ട്സ് നമ്മളോട് എന്ത് പറഞ്ഞാലും നമുക്കൊരു കുഴപ്പമില്ല അല്ലേ. കാരണം എന്താണ്, ആ എൻ്റെ ഫ്രണ്ടല്ലായിട്ട് നമ്മൾ അല്ലേ നമ്മൾ തട്ടിപ്പോവും. അതുപോലത്തെ പ്രോബ്ലം നമ്മുടെ ലൈഫിൽ വന്നാലും ഇത് പ്രോബ്ലം ആണോ എന്ന് പോലും നമുക്ക് അറിയില്ല. കാരണം എന്താണ്, ആ രീതിയിലേക്ക് നമ്മൾ എലവേറ്റ് ചെയ്ത് മാറും എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ നമ്മളോട് പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയലില്ലേ, ഇതൊക്കെ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ, നമ്മളിങ്ങനെ പുച്ഛിക്കലുണ്ട് ലെവലെ. പക്ഷെ അവരുടെ ഒരു സ്റ്റേറ്റ് പ്രകാരം അതൊക്കെ അവർക്കൊരു വലിയ പ്രോബ്ലം ആണ്. പക്ഷെ നമ്മൾ അതിനെക്കാട്ടും എലവേറ്റ് ചെയ്ത് നമുക്കതൊരു പ്രോബ്ലം ആയി തോന്നില്ല. അതുപോലെ തന്നെയുള്ളൂ നമ്മുടെ ലൈഫിൽ വരുന്ന എന്ത് പ്രോബ്ലവും. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ, നമ്മൾ നമ്മളെക്കാൾ അല്ലെങ്കിൽ നമ്മൾ നമ്മൾക്കും പ്രയോറിറ്റി കൊടുത്തിട്ട്, അതേപോലെ തന്നെ നമ്മൾ നമ്മളെ ക്രിയേറ്ററിനും പ്രയോറിറ്റി കൊടുത്തിട്ട് മുന്നോട്ടേക്ക് പോകാന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് സാധ്യമാകുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മളിൽ ഒരു വിശ്വാസം വേണം, നമ്മൾ നമ്മളെ വിശ്വസിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. സെൽഫിന് ഇന്നു മുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുക, സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്താണ് സെലിബ്രേഷൻ എന്ന് പറയുന്നത്? ആഘോഷമാണ് അല്ലേ. എങ്ങനെ നമ്മൾ സെൽഫിനെ ആഘോഷിക്കാൻ പറ്റും? സെൽഫിന് ഇഷ്ടമുള്ളത് കൊടുത്തുകൊണ്ട് ആഘോഷിക്കുക. ഒരു 5 മിനിറ്റ് വെറുതെ ഇരിക്കുക. വെറുതെ ഇരുന്നിട്ട് എന്താണ്, ഒന്നും ആലോചിക്കാതെ ജസ്റ്റ് നമ്മൾ തന്നെ കേട്ടിരിക്കുമ്പോൾ, ഇങ്ങനെയാണ് കേട്ടോ എലോൺ മാസ്കും അതേപോലെ തന്നെ സ്റ്റീവ് ജോബ്സ് ഒക്കെ വലിയ വലിയ ഐഡിയ ഇന്നോവേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് അവരുടെ വലിയ ഐഡിയാസ് വന്നിട്ടുള്ളത് നമ്മുടെ ലൈഫിലല്ല, നമ്മുടെ വേൾഡിൽ തന്നെ കുറേ അധികം മാറ്റങ്ങൾ ഇംപ്രിന്റ് ചെയ്തിട്ടുള്ള ആളുകളാണല്ലേ അവരെന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആളുകളായിട്ട് മാറാൻ അവരെ ഹെൽപ്പ് ചെയ്ത സംഭവമാണ് ഈ ഒരു 5 മിനിറ്റ് വെറുതെ ഇരിക്കൽ എന്നുള്ളത്. കാരണം അതിലൂടെ നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഐഡിയാസ് കിട്ടും. എപ്പോഴും നമ്മളെ സെൽഫ് എന്ന് പറയുന്നത്, നമ്മളെന്ന് പറയുന്നത് നാച്ചുറൽ ആണ് അല്ലേ. അതായത് പ്രകൃതിദത്തമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. ഇന്നേ വരെ ഏതെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടോ? ഒരു ഹാർംഫുൾ എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലല്ലേ. നമുക്ക് ഈ നാച്ചുറൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നുപാടി മേടിക്കാനുള്ള ടെൻഡൻസി കൂടുകയല്ലേ ചെയ്യുള്ളൂ. അപ്പൊ നമ്മളും അതുപോലെ നാച്ചുറാണ്. പക്ഷെ നമ്മളിലേക്ക് എന്തൊക്കെ വേണ്ടാത്ത സിന്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മുടെ നാച്ചുറാലിറ്റി നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ നാച്ചുറൽ ആയിട്ടുള്ള സംഭവത്തെ റീഅലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ സെൽഫ് നിങ്ങൾ പ്രയോറിറ്റി ചെയ്ത് കൊണ്ടേയിരിക്കാം. എവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പ്രയോറിറ്റി എന്ന് പറഞ്ഞത് ഒരിക്കലും അഹങ്കാരമോ അഹംഭാവമോ അല്ലട്ട. ഞാൻ എന്ന് പറയുന്ന സംഭവമേ അല്ല. ഞാനാണ് അതിലൂടെ ചുറ്റുഭാഗമാണ് എന്നുള്ളതാണ്. അതായത് ചുറ്റുഭാഗമുണ്ട്, അതിന്റെ കൂടെ ഞാനുമുണ്ട്. അതിൽ ഞാൻ എനിക്കും പ്രയോറിറ്റി കൊടുക്കുന്നു, എന്റെ പോലെ തന്നെ ചുറ്റുഭാഗത്തെയും പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, നമ്മൾ നമ്മളെ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയോ? ബാക്കിയുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർ കുറേ കാലത്ത് നമ്മൾ ഇങ്ങനെ നമ്മളെ ഒന്നാമത്തെ മനുഷ്യന്മാരുടെ ഫാൾട്ട് എന്താണ്? അവന് വലുതാവുന്നത് കാണുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടും അല്ലെങ്കിൽ വേണ്ടാത്ത കുറേ ട്രിഗർ ഫീലിങ്സ് നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ.
അതെന്താണ് നമുക്ക് വരുന്നത്? അതില് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. അവൻ നമ്മളെക്കാട്ടും വലുതാണ്, നമുക്ക് ഇഷ്ടല്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പൊ ആ ഒരു പ്രശ്നം നമുക്ക് മെയിനായിട്ട് മാറി കിട്ടുന്നുള്ളതാണ്. നമ്മളെ മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ അവരെയും മനസ്സിലാക്കും. ബാക്കിയുള്ളവരുടെ ഗ്രോത്തിനും നമ്മൾ പ്രൊമോട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ അറിഞ്ഞ് ജീവിക്കുന്നതിലൂടെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാന്നില്ല, നിങ്ങളിൽ ഒതുങ്ങിപ്പോവല്ല ചെയ്യുന്നത്. ഈ ലോകത്തിന് തന്നെ ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ ഗ്രോത്തും ആഗ്രഹിക്കുന്നു. അതിലൂടെ അവർ എലവേറ്റ് ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ മനസ്സിലാക്കാൻ തയ്യാറല്ലേ? അല്ലെങ്കിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ തയ്യാറല്ലേ? ഒന്നും ചെയ്യേണ്ടതായിരിക്കും സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാ സെലിബ്രേഷനിലും നമ്മൾ നമ്മളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ലാസ്റ്റ് എന്നാണ് ലാസ്റ്റ് ഈ ക്വസ്റ്റ്യൻ മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് പോയിട്ട് ഒരു ചായക്കടയില് ഒരു കോഫി ഡേറ്റിന് പോയിട്ടുണ്ടോ? നമ്മളായിട്ട്. അങ്ങനെ പോയിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ ആ ഒരു ഫീലിംഗ്സ് അല്ലെങ്കിൽ ആ ഒരു കാര്യം കണ്ടു തുടങ്ങണം ട്ടോ. അതായത് ഒരു ചായ കുടിക്കാൻ പോവാ തന്നെ. കോഫി ഡേറ്റ് ഒന്നും എന്തോ വലിയ സംഭവം ഒന്നും വിചാരിക്കണ്ട. ഒരു ചായ കുടിക്കാൻ പോവാ. ആ ടേബിളിൽ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. ആ ഫീൽ ചെയ്തിട്ട് ആ ചായ കുടിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് മനസ്സിലാവുക. അങ്ങനെ നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്നു. നമ്മളെ മനസ്സിലാക്കുന്നതിലൂടെ ഏതൊരു മനുഷ്യൻ തന്നെ സ്വയത്തെ അറിഞ്ഞ് അവൻ അവന്റെ ദൈവത്തെ മനസ്സിലാക്കിയവനാണെന്നുള്ളതാണ്. സ്വയത്തിലൂടെ നിങ്ങൾ എത്തുന്നത് നിങ്ങളുടെ ക്രിയേറ്ററിലേക്കാണ്. അപ്പൊ ഒരിക്കലും ഈ ഒരു യാത്ര എന്ന് പറയുന്നത് വെറുതെയുള്ള യാത്രയല്ല. ഈ യാത്രയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ദൈവത്തെയാണെന്നുള്ളതാണ്. കാരണം എപ്പോഴാണ് മനുഷ്യനിക്ക് ദൈവതുല്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറാൻ പറ്റുക? പലപ്പോഴും പല പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മളെന്താ ഞാനൊരു മനുഷ്യൻ എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതല്ലേ. മനുഷ്യനപ്പുറമായിട്ട് നമുക്ക് ദൈവത്തിന്റെ അല്ലെങ്കിൽ എന്താണ് ആ ഒരു ലെവലിൽ വരെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ആ ലെവലിലേക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുക? എന്ത് തന്നെ പുറത്ത് കഴിഞ്ഞു ദൈവം എന്താ നമ്മോട് പറഞ്ഞിട്ടുള്ളത്? എന്ത് തന്നെ നീ ചെയ്തോ എന്നോട് നീ ഒരു ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് പൊറുക്കപ്പെടും എന്നുള്ളത്. നമുക്കത് പറ്റുന്നുണ്ടോ? നമ്മൾ എന്ത് തന്നെ ചെയ്തൊരു വ്യക്തിയേക്കും നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പുറത്തു കൊടുക്കുന്നതിലൂടെ അല്ലേ നമ്മൾ ശരിക്കലും ദൈവതുല്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. എങ്ങനെ നമുക്ക് അങ്ങനെ പുറത്തു കൊടുക്കാൻ പറ്റും? നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നതിലൂടെ നമ്മളെന്ന് പറയുന്ന ഒരു വലിയ വികാസത്തിലേക്ക് നമ്മൾ വലുതായിക്കൊണ്ടിരിക്കും. അങ്ങനെ വലുതായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നുള്ളതാണ്. ബാക്കിയുള്ളവരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പോസിബിൾ ആയിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് 30 മിനിറ്റ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ 30 മിനിറ്റ്സ് നമുക്ക് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഇപ്പൊ ഇതുപോലെ തന്നെ പറയാനുള്ളതാണ് നമ്മൾ നമ്മുടെ മെന്ററിങ്ങിനെ പറ്റിയിട്ട് പല സെഷനിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൺസൾട്ടേഷൻ, മെന്ററിങ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീപ്പായിട്ട് നമ്മുടെ മൈൻഡിനെ പറ്റി അറിയണം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കണക്ട് ചെയ്താൽ മതി. ഞാൻ കോഴ്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ കൺസൾട്ടേഷനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ട്ടോ. സോ ഇന്ന് നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച സബ്ജക്റ്റ് ചെറിയൊരു സംഭവം തന്നെയാണ്. സെൽഫിനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നും പാടി നമ്മളൊന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒന്ന് ഫീൽ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലൈഫിലെ ഒരു അർത്ഥമുള്ളതായിട്ട് നമുക്ക് മാറാൻ പറ്റും. നമ്മൾ ഇപ്പോൾ ഇന്ന് മെഡിറ്റേഷനിൽ നമ്മൾ പറഞ്ഞില്ലേ, ഒരു കുറച്ച് സമയം നിങ്ങൾ 2 ചിന്തകൾക്കിടയിലൂടെ ഒരു നിങ്ങളുടെ ചിന്തകളിലേക്ക് മാത്രം പോവാന്നുള്ളത്. ആ നേരത്ത് പല ആളുകൾക്കും ഏത് ചിന്തയെ വന്നിട്ടുള്ളന്ന് ഒന്ന് റെക്കഗ്നൈസ് ചെയ്ത് നോക്കിയേ. പല ട്രാജഡീസ് ആവാം, പല ആളുകൾ നമ്മളോട് പറഞ്ഞ നെഗറ്റീവ് തോട്ട്സ് ആവാം, പല ആളുകളും നമ്മളെ ഹാപ്പിനെസ് ആക്കിയ പല മൊമെന്റ് ആവാം. ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാം. എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ എന്നെ എക്സ്പീരിയൻസ് ചെയ്യാണ്. എൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഈ ഒരു ഹാർട്ട് ബീറ്റ് അല്ലേ ഇടിച്ചിരിക്കുന്നത് കൊണ്ടല്ലേ, നിരന്തരമായിട്ട് ഈ ഒരു ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നത് കൊണ്ടല്ലേ എനിക്ക് ജീവൻ വന്നത്. ആ ഹാർട്ട് ബീറ്റിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നിൽക്കട്ടെ എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കുക, എലവേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താ നമ്മൾ തന്നെ മതി എല്ലാ കാര്യങ്ങൾക്കും. നമ്മൾ ബാക്കിയുള്ള ആളുകളെ ബുദ്ധിമുട്ടാക്കലോ ബാക്കിയുള്ള ആൾക്കാരെ പ്രശ്നത്തിലേക്കാക്കലോ ഒന്നും അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അവർക്കൊക്കെ പുറത്തു കൊടുക്കാൻ തയ്യാറാവും. കാരണം എന്താണ്, എനിക്ക് ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്നെ പോലെ തന്നെ ഒരു സൃഷ്ടിയാണല്ലോ അവരെന്ന് പറഞ്ഞത്. അവർ എനിക്ക് എലവേറ്റ് ചെയ്യിക്കണല്ലോ എന്ന രീതിയിൽ അവർക്കും നമ്മൾ സഹായമായിട്ട് മാറുന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്കൊക്കെ മാറാൻ തയ്യാറാവട്ടെ, അല്ലെങ്കിൽ മാറാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. ഓക്കെ. നമുക്ക് ഏതായാലും വൈൻഡപ്പ് ചെയ്യട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോ സംസാരിക്കാൻ പേടിയുള്ളവരൊക്കെ ഉണ്ടാവാം. പക്ഷെ ഒരു പേടിയും പേടിക്കണ്ട ട്ടോ. എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അൺമ്യൂട്ടിന്റെ ബട്ടൺ ഞെക്കിയാൽ മതി. പിന്നെ നമ്മൾ പെട്ടിയില്ലേ, അപ്പൊ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളതാണ്. അപ്പൊ അങ്ങട് പറയന്നെ. അപ്പൊ അങ്ങനെ പറയുന്നതിലൂടെ എന്താവും, ഒരു ഇപ്പൊ നിങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ സമാധാനം കിട്ടും. ഞാൻ എന്റെ സെൽഫിനെ പ്രയോറിറ്റൈസ് ചെയ്തല്ലോ എന്നുള്ളൊരു സമാധാനം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഓക്കെ. ഹർഷിതയ്ക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ?
ഷെബിന മാം കുറെ നേരം വീഡിയോ മോഡിലൊക്കെ ഇരുന്ന് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളിട്ടോ. ചാൻസ് കിട്ടിയതാണ്. പിന്നെ നമ്മള് സെൽഫിനല്ലേ നമ്മളെന്നെ നമ്മളുടെ ആ ഒരു തോട്ടിലേക്ക് കൊണ്ടുവരല്ലേ ചെയ്യുന്നത്. ആ, അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മള് ശരിക്ക് കണ്ണ് പൂട്ടി മീൻസ് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോ മെഡിറ്റേഷൻ ആ മോഡിലാണ് ഇരിക്കേണ്ടത്. എന്നിട്ട് പിന്നെ നമ്മളെ സെൽഫിനെ അങ്ങനെയാണോ അല്ലാതെ കണ്ണടച്ചിരിക്കണം എന്നൊന്നുമില്ല. അല്ലാതെ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവുക ആഴ്ന്നിറങ്ങുകയാണോ ചെയ്യുക? ഉം. അതായത് ഡിപ്പെൻഡിങ് ഓൺ ദ പേഴ്സൺ. ചില ആളുകൾക്ക് കണ്ണടച്ച് കഴിഞ്ഞാലാവാം ഒരു സമാധാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതായത് ഔട്ടർ വേൾഡിന്ന് കംപ്ലീറ്റ് അവരെ ക്ലോസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഇന്നർ വേൾഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ കണ്ണടക്കുന്നുണ്ടാവാം. പക്ഷേ ചില ആളുകൾക്ക് കണ്ണടച്ച് കഴിഞ്ഞാൽ പല പേടിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പല സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ബോഡിയിൽ കുറേ ഹോർമോൺസും, സയന്റിഫിക് ടേം പറയുമ്പോൾ കുറേ ഹോർമോൺസും അതേപോലെ തന്നെ പല നെർവ് സിസ്റ്റം ഇമ്പൾസും കാര്യങ്ങളൊക്കെ പാസ് ചെയ്ത് കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഭവത്തിനെ നമ്മളെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഈ ഒരു കാര്യം മോർ റെക്കഗ്നൈസ് ചെയ്യും. ഡോപ്പമിൻ ക്രഷ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു കാര്യത്തിനാകുമ്പോൾ നമ്മൾ പല അഡിക്ഷൻസും അല്ലെങ്കിൽ നമുക്ക് പല നെഗറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് പോകണില്ലേ, ഇതൊക്കെ നമുക്ക് സേവ് ചെയ്തിട്ട് ചുറ്റുഭാഗം തന്നെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എന്താണ് കംഫർട്ട് ആയിട്ടുള്ളത് ആ കാര്യം നിങ്ങൾ ചൂസ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ ആ ആ ഓക്കെ. ഇനി ചെയ്ത് നോക്കട്ടോ. ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് കുറേ ഡൗട്ട്സ് വരിക. ചെയ്യുമ്പോഴാണ് ആ നമുക്ക് ഒരുപാട് ഡൗട്ട് വരിക. ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഓക്കെ ഓക്കെ സാർ ഓക്കെ താങ്ക് യു. ഓക്കെ. താങ്ക് യു. ഇനി വേറെ ആൾക്കാർ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി കണക്ട് ചെയ്യാം. നമുക്ക് ഏതായാലും സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് ഇതിനേക്കാൾ നല്ലൊരു ടോപ്പിക് ആയിട്ട് വരാം ട്ടോ. അപ്പൊ ഇതേപോലെ തന്നെ വീഡിയോ മോഡിലൊക്കെ വരാൻ വേണ്ടി പ്രിപ്പയർ ആയിട്ട് വന്നിട്ട് വീഡിയോ മോഡിലൊക്കെ ഇരുന്നിട്ട് സെൽഫിനായിട്ട് വിസിബിൾ ആക്കി സെലിബ്രേറ്റ് ചെയ്തിട്ട് വന്നുകൊണ്ടേയിരിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ സാധ്യമാകുക എന്നുള്ളതാണ്. ഒരു മഴ പെയ്യുന്നതിന് മുന്നേ ഒരു കാർമേഘം വരുമല്ലോ. ഈ കാർമേഘം ഒന്നിങ്ങനെ പോയി കഴിഞ്ഞാലല്ലേ ആ ഒരു ബാക്കിലുള്ള മല ഏതാണ് മല നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ചില വാക്കുകൾ എന്ന് പറയുന്നത്. ആ വാക്കുകൾ ഇങ്ങനെ വരുമ്പോൾ ഒരു മഴ പെയ്ത പോലെ കാർമേഘം നമ്മളിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകും. പിന്നെ ആ കാർമേഘം തിരിച്ചു വരാതെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അതിനാണ് നമ്മൾ ആക്ഷൻ എടുത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും ഈ ഒരു ടോക്ക് നിങ്ങൾ മോട്ടിവേഷണൽ ടോക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാതെ ഒരു ട്രാൻസ്ഫോർമേഷൻ ടോക്ക് ആക്കിയിട്ട് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പറയുന്ന കാര്യങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ആക്ഷൻ എടുത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. സോ ഏതായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് സാറ്റർഡേ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ ഓക്കെ. താങ്ക് യു. താങ്ക് യു.